എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ആന്റണി എന്ന് പറയുന്ന പഴയ കോൺഗ്രസ് നേതാവ് പറയുന്നത് ഞാൻ വിലക്കെടുക്കുന്നില്ലെന്നേ. എനിക്ക് വി ഡി സതീശന് വിശ്വാസമാണ്. തുടക്കത്തിൽ തന്നെ ഒന്നിനു പിറകെ ഒന്നായി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നത് സതീശന്റെ മനസ്സിൽ പല സ്വപ്നങ്ങളും കാണും. അത് പൂർണ്ണമായി എനിക്കറിയില്ല, എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപിക്കും. പക്ഷെ തുടക്കത്തിൽ ഒന്നിനു പിറകെ ഒന്നായി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇതാണ് നമ്മുടെ മുണ്ട് മുറുക്കെടുത്ത് നടക്കേണ്ടി വരും, ഒരല്പം കയ്പ് നീര് കുടിക്കേണ്ടി വരും എന്നൊക്കെയാണ് ആന്റണി പറയുന്നത്. തൊട്ടടുത്ത് വി ഡി സതീശ് എന്ന് പറയുന്ന നിയുക്ത മുഖ്യമന്ത്രി നിർത്തിക്കൊണ്ടാണ് ഈ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു വരുന്നത്. ഞാനത് വിശ്വസിക്കുന്നേയില്ല. കാരണം വി ഡി സതീശ് എന്ന് പറയുന്ന ഈ നേതാവിന് ജനപ്രിയ പദ്ധതികളെന്നല്ല, ഈ നാട്ടുകാരോട് വാഗ്ദാനം കൊടുത്ത 5 ഗ്യാരണ്ടികളുണ്ട്. ആ ഗ്യാരണ്ടികളൊന്നും നടപ്പിലാക്കാതെ അദ്ദേഹത്തിന് പോവാൻ സാധിക്കില്ല, ഒരു കാരണവശാലും സാധിക്കില്ല. അറ്റ്ലീസ്റ്റ് സ്വന്തം എന്താ പറയുക, ഒരു നിലവാരമെങ്കിലും കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് അതൊക്കെ പാലിച്ചേ ഒക്കെ എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഇനി ഇദ്ദേഹം നമുക്ക് വേണ്ടി പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികൾ എന്തൊക്കെയാണ് എന്ന് നോക്കിക്കോളൂ. കണ്ടില്ലേ, ഇതിൽ കൃത്യമായിട്ടും ഇന്ദിരാ ഗ്യാരണ്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ടും ഇതിലുണ്ട്. ഒന്ന് ഇതാണെങ്കിൽ ആദ്യത്തെ നിങ്ങൾക്ക് കാണാം, സൗജന്യ ബസ് യാത്ര. KSRTC ബസ്സുകളിൽ സംസ്ഥാനത്തുടനീളം സ്ത്രീകൾക്ക് പൂർണ്ണമായും സൗജന്യമായിട്ട് യാത്ര നടത്താൻ സാധിക്കുമെന്നാണ് പ്രഖ്യാപിച്ചത്. അതിന് താഴെ തന്നെ നിങ്ങൾക്ക് കാണാം അടുത്തത്, 1000 പ്രതിമാസ സഹായം ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പഠന ചെലവിന് വേണ്ടിയിട്ട് 1000 രൂപ വീതം കൊടുക്കുമെന്നാ പറഞ്ഞ് കഴിഞ്ഞിട്ടില്ല. അടുത്തതായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ്. നമ്മുടെ വീട്ടിലത്തെ എല്ലാവർക്കും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് കഴിഞ്ഞിട്ടില്ല. അടുത്തതാണ് പലിശരഹിത വായ്പ 5 ലക്ഷം വരെ നമ്മുടെ യുവാക്കൾക്ക് ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല. അടുത്തത് ക്ഷേമ പെൻഷനാണ്. പിണറായി ഗവൺമെന്റ് കൊടുത്തിരുന്നത് വെറും 2000 റുപ്യാണ്. വെറും 2000 ഇപ്പൊ അതെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. വെറും 2000 റുപ്യാണ്. അത് 3000 രൂപയാക്കി മാറ്റുന്നു എന്നുള്ള ഒരു വലിയ 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 പദ്ധതികളാണ് ഇദ്ദേഹം പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപിച്ച പദ്ധതികൾ മുഴുവൻ നടപ്പിലാക്കാനുള്ള സാധ്യത ഒന്നും കാണാനില്ല എന്നാണ് നമ്മുടെ വി ഡി സതീശൻ, നമ്മുടെ ആന്റണി ചേട്ടൻ പറയുന്നത്. പക്ഷെ വി ഡി സതീശൻ അങ്ങനെ ഇതിൽ നല്ല ഒഴിഞ്ഞു മാറിപ്പോവാൻ സാധിക്കുമോ? ഒരുപക്ഷെ അത് കേരളത്തിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത് വിചാരിക്കാം. നുണയാണ്. കാരണം എന്തുകൊണ്ട് നുണ എന്ന് പറയുന്നത് എൻ്റെ ഒരു വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ബാലഗോപാൽ എന്നാണ് കഴിഞ്ഞ തവണത്തെ നമ്മുടെ ധനമന്ത്രിയുടെ പേര്. KN ബാലഗോപാൽ പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്: ഖജനാവിൽ 4000-ലേറെ തുക ബാക്കിയുണ്ട്. 4000 കോടിയോളം തുക ബാക്കിയുണ്ട്. ഈ ബാക്കി ഒരു തുക അവിടെ കിടക്കവെയാണ് ഇമാതിരിയുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്നത്. വേണമെങ്കിൽ അത് ഡയലോഗ് തന്നെ നിങ്ങൾ കേട്ടോളൂ. കേന്ദ്രത്തിന്റെ സാമ്പത്തിക നിലപാട് ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഒരു വർഷം കിട്ടിക്കൊണ്ടിരുന്ന ശരാശരി കേന്ദ്ര വിഹിതത്തിൽ നിന്നും 10000 കോടി അധികം കിട്ടും. എന്ന് പറഞ്ഞാൽ ധനകാര്യ കമ്മീഷൻ 16ാം ധനകാര്യ കമ്മീഷന്റെ മുമ്പിൽ കൃത്യമായി കേരളം എല്ലാ കാര്യവും അവതരിപ്പിച്ചതുകൊണ്ട് നേരത്തെ 1.92% ആയിരുന്നു ഡിവിസീവ് പൂളിൽ നിന്ന് കിട്ടുകയെങ്കിൽ അതിപ്പോൾ 2.38 ആയിട്ട് വർദ്ധിച്ചു. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഈ വർഷം പഴയ പെർസെൻറ്റേജ് ആണെങ്കിൽ കിട്ടുമായിരുന്നത് 28,000 കോടിയാണ്. 27,000 കോടിയാണെങ്കിൽ ഇപ്പോൾ അത് 37,000 കോടിയോളം കിട്ടും. അപ്പോൾ 10,000 കോടി നിലവിലുള്ള വരുമാനം വർദ്ധിപ്പിച്ചിട്ട് ആ തരത്തിലേക്ക് അടിസ്ഥാനം വർദ്ധിപ്പിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ 5 വർഷം പൂർത്തീകരിക്കുന്നത്. അപ്പൊ 5 വർഷക്കാലം ധനകാര്യമന്ത്രി എന്ന നിലയിൽ പ്രവർത്തിച്ച് എനിക്ക് മനസ്സിലാവുന്നുണ്ടാ? നമ്മുടെ ഖജനാവിൽ അസൽ പൈസ ഉണ്ട് എന്നർത്ഥം. ഒരു 2 മാസം കൊണ്ട് ഈ പണം എവിടെ ആവിയായി പോകുന്നില്ലല്ലോ. ഇത് അവിടെ തന്നെ കെടുക്കുന്നില്ലേ? ഇദ്ദേഹം പറയുന്ന നുണയാണോ മറ്റൊന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ആർക്ക് വേണമെങ്കിലും 10 രൂപ ചെലവഴിച്ചാൽ പോരെ. ഇനി ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 10 രൂപ ചെലവഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിവരങ്ങൾ മുഴുവൻ കിട്ടില്ലേ? അപ്പൊ പറയുന്നത് കൃത്യമായിട്ടും അവിടെ പണം ഉണ്ട് എന്ന് തന്നെയാണ് KN ബാലഗോപാൽ പറയുന്നത്. ആ പണമുള്ളൊക്കെ സമയത്ത് പിന്നെ ഇത്തരം പദ്ധതികളൊന്നും നടപ്പിലാക്കാതെ പോവുക എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വി ഡി സതീശൻ പോവില്ല. അത് അദ്ദേഹം ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാത്തതിന് തുല്യമായിരിക്കും. ജനങ്ങൾക്ക് അതോടുകൂടിയിട്ട് അദ്ദേഹത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. അതൊരു വലിയ 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 ഇഷ്യൂസിലേക്ക് ഒരു പക്ഷേ വി ഡി സതീശനെ കൊണ്ടുപോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട്
തൻ്റെ ക്രെഡിബിലിറ്റി, തൻ്റെ വാക്ക് പാലിക്കാനായിട്ടെങ്കിലും അതിലത്തെ 1-2 പദ്ധതികളെങ്കിലും അറ്റ്ലീസ്റ്റ് സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് KSRTCയിൽ യാത്ര ചെയ്യാൻ കഴിയുമെന്ന് പറയുന്ന ആ ഒരു പദ്ധതിയെങ്കിലും VD സതീശൻ നടപ്പിലാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഞാൻ അതാണ് വിചാരിക്കുന്നത്. അങ്ങല്ലാതെ അങ്ങോട്ട് അദ്ദേഹം പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് ശരിയാവില്ല. അത് ഇനി അവൻ നോക്കാം ഇവരെന്താ പറയുന്നത്. വെല്ലുവിളികൾ എന്ന് പറയുന്നത് ഈ മുന്നോട്ട് വച്ചിരിക്കുന്ന, അതായത് സാധാരണ പ്രകടന പത്രിക എന്നുള്ളത് ഒരു ഇരുമ്പുലക്കയായി അങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു രീതി UDF മുമ്പുണ്ടായിരുന്നില്ല. പക്ഷെ ഇനിയിപ്പോ പ്രകടന പത്രികയെ പാലിച്ചേ മതിയാവും. കാരണം കഴിഞ്ഞ 10 വർഷം LDF പ്രകടന പത്രിക മുന്നോട്ട് വെച്ച് തന്നെയാണ് കാര്യങ്ങൾ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അതാണ് ഒരുപക്ഷെ സത്യം ഞാൻ പറഞ്ഞത്, VD സതീശന് ഇത് പാലിക്കാതിരിക്കാൻ കഴിയില്ല. പ്രകടനപത്രം ഇറക്കുക എന്നിട്ട് തോന്നിയവാസം കളിക്കുക എന്ന് പറയുന്ന പരിപാടിക്ക് ഇനിയൊരു ഗവൺമെന്റിന് സാധ്യമല്ല. അത് VD സതീശൻ ഗവൺമെന്റ് മാത്രമല്ല, ഏത് ഗവൺമെന്റ് വന്നാലും ഇതിന് സാധ്യമല്ല. കാരണം കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ ഗവൺമെന്റ് ഓരോ വർഷം കഴിയും തോറും പ്രകടന പത്രികയിലെ ഓരോരോ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്ന ഒരു വർഷാന്ത്യത്തിലുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അതൊക്കെ ഇറക്കിയിട്ടാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് അതൊക്കെ നാട്ടുകാർ പ്രതീക്ഷിക്കും. നിങ്ങൾ ഒരു വർഷം നിങ്ങൾ പറഞ്ഞ് എന്തൊക്കെ ചെയ്തു, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന് വലിയ മോശമായിട്ട് മാറില്ലേ? ഞങ്ങൾ പ്രകടന പത്രികയിൽ ഇത്തരം കാര്യങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ട് മുന്നിൽ വെച്ച് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കി എന്ന് പറയുമ്പോൾ അത് ശീലമായിട്ടുണ്ട്. ആ ശീലത്തിന്റെ ഒരു തുടർച്ച അങ്ങനെ ചില കാര്യങ്ങളിൽ ആളുകൾ പ്രതീക്ഷിക്കും. അപ്പോൾ ആ തുടർച്ച ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും അതിന്റെ തിരിച്ചടി ഉണ്ടാവും. അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളൊക്കെ ഈ പറഞ്ഞതുപോലെ വളരെ ഗംഭീരമായി കേരള ജനത ഏറ്റെടുത്തിട്ടുണ്ട്. ആ നിലപാടുകൾ തന്നെ ആയിട്ട് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അതൊരു വൻ വിജയമായി തീരും. ഒരുപക്ഷെ ഇവരൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ വീണ്ടും ഒരു 5 വർഷം കൂടി VD സതീശൻ ഗവൺമെന്റ് ചിലപ്പോൾ വേണമെങ്കിൽ വരാം. ബൈ.